ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റണ നമ്മുടെ സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചീൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ മലയാളികൾക്ക് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവം തന്നെയാണ് ഈ പുളിയിഞ്ചി എന്ന് പറയുന്നത്. ഇതിനെ ഓരോ നാട്ടിലെ പുളിയിഞ്ചി എന്നും ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയലുണ്ട്. പുളിയിഞ്ചി നമ്മൾ എപ്പോഴും തയ്യാറാക്കുമ്പം രാത്രിയിലൊക്കെ തയ്യാറാക്കിയതിന് ശേഷം പിറ്റേ ദിവസം ഉച്ചയ്ക്കൊക്കെ കഴിക്കാൻ വേണ്ടി എടുക്കുമ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വേണം നമ്മൾ പുളിയിഞ്ചി നമുക്ക് കഴിക്കാനായിട്ട് എടുക്കേണ്ടത് കേട്ടോ. അപ്പം ഇപ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും ഈ രീതിയിൽ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ സദ്യ അടിപൊളിയായിരിക്കും. അപ്പം എങ്ങനെയാണ് നല്ല രുചികരമായ രീതിയിൽ നമുക്ക് പുളിയിഞ്ചി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇപ്രാവശ്യത്തെ ഓണത്തിന് നമ്മൾ സദ്യ കഴിക്കുമ്പം വാഴയിലിൻ്റെ സൈഡിൽ ഇതുപോലൊരു പുളിയിഞ്ചിയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ സദ്യ പൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാ നമ്മൾ പുളിയിഞ്ചി തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ മൺചട്ടിയിലാണ് ഈ പുളിയിഞ്ചി തയ്യാറാക്കിയെടുക്കുന്നത്. മൺചട്ടിയിൽ വെക്കുമ്പോൾ പ്രത്യേകിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ചട്ടി നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പുളിയിഞ്ചി തയ്യാറാക്കിയെടുക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാനിവിടെ 5 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചെറിയുള്ളി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മൾ ഈ എണ്ണയിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നതിന് വരെ തന്നെ നമ്മളിത് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പുളിയിഞ്ചിക്ക് കറക്റ്റ് ഒരു കളറും ടേസ്റ്റൊക്കെ നല്ല കറക്റ്റായ രീതിയിൽ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം നല്ലതുപോലെ തന്നെ നമ്മളിതിവിടെ വഴറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ പുളിയിഞ്ചി എപ്പോഴും തയ്യാറാക്കുമ്പോൾ നമ്മൾ ചെറിയുള്ളി തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും സവാള ചേർക്കരുത് കേട്ടോ. സവാള ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ പുളിയിഞ്ചിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും കേട്ടോ. ചെറിയുള്ളി തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതാ ഞാൻ നല്ലതുപോലെ ഇവിടെ എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഏകദേശം ഒരു ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നുണ്ട്. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നതിന് മുന്നേ തന്നെ ഞാനിവിടെ ഒരു 2 വലിയ പീസ് ഇഞ്ചി ഇതിലേക്ക് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഞാനിവിടെ ഇഞ്ചി നല്ലതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് കാരണം നമ്മളിത് മിക്സിയിലൊന്നും പൊടിച്ചൊന്നും എടുക്കുന്നില്ല. നമ്മൾ ഇത് വഴറ്റി നല്ലതുപോലെ ബ്രൗൺ കളർ ആകുമ്പം തന്നാലെ അത് നല്ലൊരു രീതിയിലായിക്കോളും. നമ്മളിത് മിക്സിയിൽ പൊടിച്ചെടുക്കുന്നില്ല കേട്ടോ. ഈ രീതിയിൽ തന്നെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ചെറിയുള്ളി നല്ലതുപോലെ ബ്രൗൺ കളർ ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇഞ്ചി ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ ചെറിയുള്ളി എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റിയതിന് ശേഷം വേണം നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ടൈമിങ്ങിൽ ഇഞ്ചി ഇട്ട് കൊടുത്താൽ ഇഞ്ചീൻ്റെ കൂടെ തന്നെ ആ ചെറിയുള്ളിയും കൂടി ഒന്ന് മൂത്ത് കറക്റ്റായ രീതിയിൽ നമുക്കിവിടെ കിട്ടിക്കോളൂ കേട്ടോ. അപ്പം ഞാനിവിടെ ഇഞ്ചിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്തെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ വേഗത്തിൽ തന്നെ അടി പറ്റിപ്പോകും. അപ്പോൾ നമ്മൾ ഇഞ്ചി ചേർക്കുന്ന സമയത്ത് നമ്മൾ വളരെ ഇഞ്ചി പേസ്റ്റ് ഒന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറീൻ്റെ ആ ടേസ്റ്റൊക്കെ മാറിപ്പോവും. നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ ഇഞ്ചിയും ഏകദേശം ഒരു കളറൊക്കെ മാറി വരുന്നുണ്ട്. ഈ ടൈമിങ്ങിൽ ഞാനിവിടെ ഒരു 4 പച്ചമുളക് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാനിവിടെ 4 എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ നല്ല എരിവുള്ള പച്ചമുളകൊക്കെ ആണെങ്കിൽ 2 മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ ഇഞ്ചി ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആയി തുടങ്ങുമ്പോഴത്തേക്കുമാണ് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാനിവിടെ ഒരു 4 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി ഒന്നിച്ച് നല്ല രീതിയിലൊന്ന് ബ്രൗൺ കളർ ആയി എടുക്കുന്നതിന് വരെ നമ്മളിത് നല്ലതുപോലെ വഴറ്റി കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതെല്ലാം ബ്രൗൺ കളർ ആയതിന് ശേഷം ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ വേഗത്തിൽ കരിഞ്ഞു പോകും. അപ്പോൾ ടേസ്റ്റൊക്കെ മാറിപ്പോകും കേട്ടോ. അപ്പം എല്ലാം കളറൊന്നും മാറി തുടങ്ങുമ്പോൾ തന്നെ ഓരോ ഇൻഗ്രീഡിയൻസും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ വഴറ്റി കളറൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ പുളിയിഞ്ചിക്ക് നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ.
ഞാനിവിടെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ളൊരു പുളി നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നേരത്തെ തന്നെ ആ പുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചിയും ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ നല്ലതുപോലെ ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടികളും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മൾ ചേർത്ത് കൊടുത്ത ഇഞ്ചിയും ഉള്ളിയും എല്ലാം നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ കളർ ചേഞ്ച് ആവണം. എന്നിട്ട് വേണം നമ്മളിതിലേക്ക് പുളിവെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇപ്പോൾ ഇതാ ഈ ടൈമിങ്ങിലാണ് നമ്മളിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ പുളി നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം ആ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. അപ്പോൾ ഞാനിവിടെ ആവശ്യമായിട്ടുള്ളൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു കഷ്ണം ശർക്കര ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് നോക്കിയതിന് ശേഷം മധുരം നോക്കിയിട്ട് ശർക്കര വേണമെങ്കിൽ ഇനിയും ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യം 1/2 കഷ്ണം ഇതേപോലെ ചെറുതായിട്ട് ചെത്തിയിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് പോരാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു 1/2 കഷ്ണം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു പീസ് ശർക്കര ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ പീസ് ശർക്കര ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുക്കിയിട്ടാണ് ചേർക്കുന്നതെങ്കിൽ കല്ലൊക്കെ അരച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിലേക്ക് ആവശ്യമായ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ആദ്യം കറിവേപ്പില ചേർത്തിട്ടുണ്ടായിരുന്നില്ല. കറിവേപ്പില ആദ്യം ചേർത്താലേ വേഗം നമ്മൾ ഇഞ്ചിയൊക്കെ നല്ലതുപോലെ ഇങ്ങനെ ബ്രൗൺ കളർ ആക്കി എടുത്തിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കറിവേപ്പില ചേർത്താൽ ചിലപ്പം കരിഞ്ഞൊക്കെ പോകും. അപ്പോൾ നമ്മൾ ലാസ്റ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എനിക്ക് കുറച്ച് ഉപ്പിൻ്റെയും കൂടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് കുറുകി വറ്റി വരണം. അപ്പോഴാണ് ഈ പുളിയിഞ്ചിക്ക് നല്ല കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എനിക്കിവിടെ കുറച്ചും കൂടെ വറ്റാനുണ്ടായിരുന്നു. അപ്പം വറ്റി ഇങ്ങനെ വരുമ്പം ആ എണ്ണയൊക്കെ ഒന്ന് മുകളിൽ തെളിഞ്ഞ് നല്ലൊരു കളറൊക്കെ മാറി നല്ല രീതിയിലായി വരും കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിങ്ങിൽ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കായപ്പൊടി ചേർക്കുമ്പം നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ചില ആൾക്കാർ ഇതിലേക്ക് ചെറിയ ജീരകം പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുക്കും. പക്ഷേ ചെറിയ ജീരകം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല. വെറും കായപ്പൊടി മാത്രമാണ്, നമ്മൾ സാമ്പാർ കായയില്ലേ, അതാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് 1/4 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് അത്യാവശ്യം ഒരു 5 മിനിറ്റോളം ഞാനിവിടെ ഒന്ന് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ തിളപ്പിച്ചെടുത്താൽ നല്ല കുറുകി വറ്റി നല്ല കറക്റ്റായ രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഞാനിവിടെ എപ്പോഴും പുളിയിഞ്ചിയൊക്കെ ഓണത്തിൻ്റെ സമയത്തല്ല അല്ലാത്ത സമയത്തും ഞാൻ ഇടയ്ക്കൊക്കെ പുളിയിഞ്ചി തയ്യാറാക്കും. അപ്പം ഇതേപോലെ ഒന്ന് രാത്രി തയ്യാറാക്കിയാൽ പിറ്റേ ദിവസം ഉച്ചയാകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കുറുകി നല്ല പുളിയൊക്കെ പിടിച്ച് പുളിയും മധുരമൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് നമ്മുടെ പുളിയിഞ്ചി തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. കൂടെ എൻ്റെ ഈ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ആ കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പം ഇപ്രാവശ്യത്തെ ഓണത്തിന് മറക്കാതെ ഈ ഒരു റെസിപ്പി എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. നിങ്ങളെ വീട്ടിൽ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പം ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് ഞാൻ ഇനിയും വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ ബൈ.